മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെയും ഡ്രൈവർമാരെയും പിടികൂടാൻ ഉറച്ചു തന്നെയാണ് KSRTC. KSRTCയിലെ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ 15 ദിവസം കൊണ്ട് പിടിയിലായത് 100 ജീവനക്കാരാണ്. സ്റ്റേഷൻ മാസ്റ്റർ, വെഹിക്കിൾ സൂപ്പർവൈസർ അടക്കമുള്ളവർക്ക് മദ്യപിച്ചതിന് പിടി വീണു. KSRTCയിലെ 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സ്വിഫ്റ്റിലെയും KSRTCയിലെ താൽക്കാലിക ജീവനക്കാരും അടങ്ങുന്ന 26 പേരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ബ്രീത്ത് അനലൈസർ പരിശോധന ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. അതിന് ഒരുപാട് ചർച്ചകളൊന്നുമില്ല. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തെളിവാണ്. അതുകൊണ്ട് എല്ലാ ഡിപ്പോകളിലേക്കും ബ്രീത്ത് അനലൈസർ വാങ്ങുകയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഡ്രൈവർമാരും കണ്ടക്ടർമാരും മാത്രമല്ല, സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റ് സ്റ്റാഫുകളും മെക്കാനിക്കുകളും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് കൂടണം. ഓഫീസിലിരുന്നു കൊണ്ടോ വർക്ക്ഷോപ്പിലോ മദ്യപിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ഇനി അനുവദിക്കത്തില്ല. എല്ലാ ദിവസവും പരിപാടി. ട്രിപ്പിൽ വണ്ടി കയറി റെയിൽവേയിലുണ്ട്. റെയിൽവേ ലോക്കോ പൈലറ്റ്സിനെ പരിശോധിക്കാറുണ്ട്, ഫ്ലൈറ്റിൽ പോകുന്ന പൈലറ്റുമാരെ പരിശോധിക്കാറുണ്ട്. കാരണം വണ്ടിയിലിരിക്കുന്ന 10-60 പേരുടെ ജീവിതം മാത്രമല്ല, റോഡിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവനും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പരിഷ്കാരം നടപ്പിലാക്കിയത്. മറ്റുള്ളവർ മദ്യവെച്ച് വണ്ടി ഓടിച്ചാൽ അവരെ പോലീസ് പിടിക്കുകയും വലിയ ഫൈൻ അടിക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമ്പോൾ KSRTCക്ക് അതിനൊരു എക്സംഷൻ കൊടുക്കുന്നത് ശരിയല്ല. മദ്യവെച്ച് ഡ്രൈവിങ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ്, ഇത് രണ്ടും ഈ സംസ്ഥാനത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ കർശന നിലപാടാണ്. അത് ഒരു വിട്ടുവീഴ്ച. എല്ലാ യൂണിയൻസും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ല. മദ്യവെച്ച് വണ്ടി ഓടിക്കാൻ ജീവനക്കാരെ അനുവദിക്കണമെന്ന് ഒരു യൂണിയൻകാരും അവരുടെ നേതാക്കന്മാരോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. VV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇത് മാതൃകാപരമായ തീരുമാനമാണ് KSRTCയുടേത്. മന്ത്രി വ്യക്തമാക്കിയതനുസരിച്ച് എല്ലാ ദിവസവും ഇത്തരം പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്കെതിരായിട്ടുള്ള ഈ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ ഏത് രീതിയിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോകുക ഈ ജീവനക്കാർക്കെതിരെ? ടോം, വലിയ ഗൗരവമുള്ളൊരു കാര്യമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. കാരണം 15 ദിവസത്തെ പരിശോധനയ്ക്കിടയിലാണ് 100 പേർ ഇങ്ങനെ ജോലിക്കിടെ മദ്യപിച്ചതായി കണ്ടെത്തിയത്. ഇതിൽ തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യം 50-ലധികം പേർ ഡ്രൈവർമാരാണ്. അതായത് ദീർഘദൂര സർവീസുകളും രാത്രി സർവീസുകളും അല്ലാതെ സിറ്റി സർവീസുകളും ഒക്കെ നടത്തുന്ന ആളുകൾ, ഇതിൽ വലിയ ദൂരങ്ങൾ മറ്റ് ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ ഉൾപ്പെടെ നടത്തുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ ഡ്രൈവർ കം കണ്ടക്ടർമാർ, ഇതൊക്കെയും സ്വിഫ്റ്റിലുള്ള ആളുകളാണ്. ഇത്തരത്തിൽ യാത്രക്കാരുമായി അല്ലെങ്കിൽ കുത്തിനിറച്ച് ബസ്സിൽ നിർത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യം വരെയുണ്ട്. ഇത്രയും ആളുകളുടെ ജീവൻ കയ്യിൽ പിടിച്ച് ഇവർ ഇത്ര ഉദാസീനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ് ഈ 15 ദിവസത്തെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയത്. ഡ്രൈവർമാർ മാത്രമല്ല, കണ്ടക്ടർമാരുണ്ട്, മെക്കാനിക് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഇത്തരത്തിൽ ഡിപ്പോ തലത്തിൽ, യൂണിറ്റ് തലത്തിലൊക്കെയും ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ജോലി സമയത്ത് മദ്യപിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു എന്ന ഏറ്റവും വലിയ കണ്ടെത്തൽ. ഏതാണ്ട് 25,000-ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൽ തന്നെ ഏതാണ്ട് 2,000-3,000-ഓളമാണ് വനിതകൾ. അതിന് അപ്പുറത്തേക്കുള്ള ജീവനക്കാർ, അതിൽ വലിയൊരു ശതമാനവും ഇങ്ങനെ മദ്യപിച്ച് ജോലി ചെയ്യുന്നു എന്ന കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 15 ദിവസത്തെ പരിശോധന, മുഴുവൻ പേരെയും പരിശോധിച്ചിട്ടില്ല, പല സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനയാണ്. അവിടെയാണ് ഇങ്ങനെ 100 പേരെ കണ്ടെത്തുന്നത്. സ്റ്റേ സർവീസിന്റെ കാര്യം മന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 10 പേരെ പരിശോധിച്ചതിൽ 9 പേരും മദ്യപിച്ചിരുന്നു. ഒരാൾ അതിൽ വളരെ മാന്യനാണെന്ന് കരുതി, അല്ലെങ്കിൽ ഇങ്ങനെ മദ്യപിച്ച് ജോലി ചെയ്യാത്ത ആളാണെന്ന് കരുതി. പക്ഷേ അദ്ദേഹത്തിന്റെ ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ മദ്യക്കുപ്പിയും വെള്ളവും എല്ലാം കരുതി വെച്ചിരിക്കുകയാണ്. അതായത് 10 പേരെ പരിശോധിക്കുമ്പോൾ 10 പേരും 9 പേരും മദ്യപിക്കുകയും അല്ലെങ്കിൽ 10-ാമതൊരാൾ മദ്യപിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ വാഹനാപകടങ്ങളൊക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് KSRTC ബസ്സൊക്കെയും അപകടത്തിൽപ്പെടുമ്പോൾ ഡ്രൈവർമാർ ഇറങ്ങി ഓടുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും നാട്ടുകാരുടെ കയ്യേറ്റമുണ്ടാകും, അത് ഭയന്നാണ് എന്ന തരത്തിലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ മദ്യപിച്ചിരുന്നു, അത് പോലീസ് പിടികൂടുകയും ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ മദ്യപിച്ചിരുന്നത് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം. ഇവരെ പിരിച്ചുവിടുന്നതടക്കമുള്ള, അതായത് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പരിശോധന നടത്തും. മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്. രാവിലത്തെ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല, ജോലിയിൽ പ്രവേശിക്കുന്നു.
പിന്നീട് ജോലിക്കിടയിൽ നടത്തുന്ന പരിശോധനയിൽ ഇവർ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ 3 മാസത്തേക്കാണ് ഇവരുടെ സസ്പെൻഷൻ. അതോടൊപ്പമാണ് ഈ സ്വിഫ്റ്റിലെ ജീവനക്കാരെയും ബദലി ഡ്രൈവർമാർ, അങ്ങനെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർ ഇങ്ങനെ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ചത് കണ്ടെത്തിയാൽ പിരിച്ചുവിടുക എന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് 26 പേരെ ഇങ്ങനെ ഈ 15 ദിവസത്തെ പരിശോധനയ്ക്കിടെ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയ 26 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്, മറ്റുള്ളവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം, അത് കൃത്യമായ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമായി ഈ പരിശോധന വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഏറെ ഗൗരവമുള്ള വിഷയം. കഴിഞ്ഞ 15 ദിവസത്തിനിടെ 100 ജീവനക്കാർ, ഡ്രൈവർമാരടക്കം 100 ജീവനക്കാർ KSRTCയിലെ ബ്രത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങിയെന്നുള്ളതാണ്. ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.